ഹലോ കൂട്ടുകാരെ, എൻ്റെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും മരങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് അനാറാണ്. ഇതിൻ്റെ ഞാൻ കുരുവിട്ട് പാകി കിളിപ്പിച്ചതാണ്. 2 വർഷമായിട്ട് ഇതിവിടെ നിൽക്കുന്നു. ഇത് എല്ലാ വർഷവും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. ഇതുവരെ കായകൾ പിടിച്ചിട്ടില്ല. ഇത് സ്റ്റാർ ആപ്പിളാണ്. ഇതെല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ്. ഇതും 2 വർഷമായി. അതിൻ്റെ സമയമാകുന്നതേ ഉള്ളൂ അത് കായ്ക്കാൻ. ഇത് ആത്തയാണ്. ഈ ആത്ത ഹൈബ്രിഡ് ആത്തയാണ്. ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ നാടൻ ആത്തയും എൻ്റെ അടുത്തുണ്ട്. അതിൽ കായൊക്കെ ഉണ്ടാകുന്നതുമാണ്. അത് കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നു. ഇത് സപ്പോട്ടയാണ്. ഇത് കായോടുകൂടിയാണ് ഞാൻ വാങ്ങി വെച്ചത്. ആ കായ തീർന്നതിന് ശേഷം വീണ്ടും കായ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വെച്ചതിൻ്റെയൊക്കെ ഒരു ഇതിലൊക്കെ നിൽക്കുന്നതായിരിക്കും. ഞാൻ വെച്ചിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന കായെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തു. ഇനിയും അടുത്ത വർഷം കായ്ക്കും. ഇത് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവാണ്. ഈ മാവിൽ എല്ലാ വർഷവും കായ്ക്കുന്നതാണ്. ഈ വർഷം വെട്ടി നിർത്തിയത് കാരണം ഈ വർഷം കായ്ച്ചിട്ടില്ല. ഇത് മാങ്കുസ്തിനാണ്. ഇതെല്ലാ വർഷവും കായ്ക്കുന്നതാണ്. 10 വർഷത്തോളമായിട്ട് ഇതിൽ നല്ല കായ്വുണ്ടാകുന്നതാണ്. മാർച്ച് ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കായ്കൾ പിടിക്കാറുള്ളത്. ഈ വർഷവും കായ്ക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ചെറിയാണ്. ഇത് 2 വർഷമായിട്ട് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. ഇതുവരെയും കായൊന്നും പിടിച്ചിട്ടില്ല. ഇതും സമയമാകുന്നതേ ഉള്ളൂ. ഇത് അബിയു ആണ്. ഇതവർ 2 വർഷമാകുമ്പോൾ കായ്ക്കുമെന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ്. എപ്പോഴും നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, അതിൽ കായ പിടിച്ചിട്ടുണ്ടോ എന്നുകൂടിയൊക്കെ അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ. ഇതിൽ കായൊന്നും പിടിക്കാഞ്ഞത് കൊണ്ട് എനിക്കങ്ങനെ തോന്നിയതാണ്. ഇത് അവക്കാഡാണ്. അത് ഞാൻ 1 വർഷമായ തൈ വാങ്ങി വെച്ചതാണ്. ഇത് ചാക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി അതൊന്ന് വളർച്ച എത്തിയിട്ട് നിലത്തിറക്കി വയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇത് ലംബുത്താനാണ്. പല വെറൈറ്റി ലംബുത്താൻ എൻ്റെ കയ്യിലുണ്ട്. ഇതും ഈ വർഷം കോതി നിർത്തിയ കാരണം കായ ആയിട്ടില്ല. അടുത്ത പറമ്പിലൊക്കെ നിൽക്കുന്നതിൽ കായൊക്കെ ഉണ്ടായി. അടുത്തത് ചാമ്പയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. പ്രകൃതിയുടെ വരദാനമാണല്ലോ ഇവരെല്ലാം. അപ്പം പ്രകൃതിയിലുള്ള മറ്റ് ജീവികൾക്കും ഇവരെയൊക്കെ ആവശ്യമാണ്. അവരൊക്കെ വന്ന് കഴിച്ചിട്ട് പോകാറുണ്ട്. മഴക്കാലമായതുകൊണ്ട് അവരൊക്കെ കൂടുതലായിട്ട് വന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് പോകുന്നത് കാണാം. ഇത് മുള്ളാത്തയാണ്. ഇതെല്ലാ വർഷവും കായ്ക്കുന്നതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഇന്നലെ ഞാനൊരു കാ പറിച്ചു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് മുള്ളാത്തയുടെ കായാണ്. അങ്ങനെ എല്ലാ പഴവർഗ്ഗങ്ങളും ഞാൻ ഇവിടെ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് വെറൈറ്റി ഒരു പേരയാണ്. ഇതും ഞങ്ങൾ വാങ്ങിച്ചു. ഇതിൽ കായ ഉണ്ടായിരുന്നു. ഇതും വെട്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടേ എല്ലാ തൈകളും വാങ്ങി വയ്ക്കാവൂ. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കൂടെ ശ്രദ്ധിക്കണം ഇതൊക്കെ വളരുമോ ഇല്ലയോ എന്ന്. ഇതൊരു ഞാവലാണ്. ഇത് വർഷങ്ങളായിട്ട് ഈ ഞാവൽ നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്നതാണ്. ഭയങ്കര ഔഷധ ഗുണവും ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ ഉള്ള ഒരു ഇതാണ്. ഇവരെയൊക്കെ നമുക്ക് വെച്ച്